ഇത് സീസറിൻ്റെ പാലസിൻ്റെ തീമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ആൻഡ് കാസിനോ ആണ്. അതിമനോഹരമായിട്ടുണ്ട് ഇത്. അതേപടി നമ്മുടെ പാരീസിൻ്റെ മോഡലിലുള്ള ഹോട്ടൽസൊക്കെ ഉണ്ട് അപ്പുറത്ത്. അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 26ാമത്തെ ഒരു നഗരമാണ് ഈ ഒരു ലാസ് വെഗാസ് എന്ന് പറയുന്ന നഗരം. നെവാഡ എന്ന സ്റ്റേറ്റിലെ അമേരിക്കയിലെ നെവാഡ പ്രൊവിൻസിലെ ഏറ്റവും വലിയ മരുഭൂമിയായ മൊജാവോ മരുഭൂമിയിലാണ് ഈ ഏറ്റവും വലിയ നഗരവും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അതുവരെ ഈ ഒരു മരുഭൂമിയിൽ നിന്ന് പെട്ടെന്നൊരു നഗരത്തിലേക്ക് കടന്നൊരു ഫീലാണ് നമുക്ക് വരിക. നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു നഗരം അറിയപ്പെടുന്നത് റിസോർട്ട് നഗരമെന്നാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ ചൂതാട്ടം, അതുപോലെ തന്നെ ഷോപ്പിംഗ്, ഫൈൻ ഡിസൈനിങ്, വിനോദം, നൈറ്റ് ലൈഫ് എന്നിവയ്ക്കൊക്കെ പേര് കേട്ടതാണ് ഈ ലാസ് വെഗാസ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി. സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ റോഡിൻ്റെ ഏകദേശം 6.8 കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡിൻ്റെ ഇരുവശത്തു കൂടിയുമാണ് ഈ ഒരു സിറ്റി ഇങ്ങനെ കടന്നു പോകുന്നത്. നമുക്ക് അതിൻ്റെ ഒരു റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനൊക്കെ ഒരുപാട് ഫ്ലൈ ഓവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഉന്മാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നഗരത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏത് ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉന്മാദിക്കുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റിങ്ങുകളും അതുപോലെ തന്നെ സ്ക്രീനുകളും അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീനുകളും ഇതെല്ലാം ആ ഒരു റോഡിൻ്റെ ഇരുവശവുമായിട്ട് ലൈറ്റപ്പോട് കൂടി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാണേണ്ട നഗരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളൊരു സ്വപ്നത്തിലൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പ്രധാന നിർമ്മിതികളൊക്കെ ഇവിടെ തീമാക്കിക്കൊണ്ടാണ് പല ഹോട്ടലുകളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹോളിവുഡിൻ്റെ തീമിലുള്ള ഒരു ഹോട്ടലാണ്. ഉള്ളിലൊക്കെ കാസിനോസാണ്. നമ്മൾ നോക്കിയാൽ കാണാം. നമ്മൾ ലാസ് വേഗാസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഈ ഒരു പന നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വെറൈറ്റി പനയാണ്. നമ്മൾ ലോസ് ഏഞ്ചലസിൽ കണ്ട പോലത്തെ പനയല്ല, ഡിഫറൻസ് ഉണ്ട്. ഇതിനെയാണ് എല്ലാ സ്ട്രീറ്റിലും ഫിറ്റ്നസ് സെൻറ്ററിലും ഒക്കെ ഉള്ളത്. ബെലാഗസിൻ്റെ മുന്നിലായിട്ട് ഒരു മ്യൂസിക് ഫൗണ്ടൈൻ ഉണ്ട്. അടിപൊളി മ്യൂസിക് ഫൗണ്ടനാണ്. അതിൻ്റെ കാഴ്ചയിലേക്ക് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് സീസറിൻ്റെ പാലസിൻ്റെ തീമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ആൻഡ് കാസിനോ ആണ്. അതിമനോഹരമായിട്ടുണ്ട് ഇത്. അതേപടി അടിപൊളി ലുക്ക് അതേപടി ഇവിടെ പകർത്തിയിട്ടുണ്ട് ആ ഒരു പാലസ്. ബെലാജിയോ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഈ ഒരു കൊട്ടാരം, അതായത് കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഈ ഒരു റിസോർട്ട് അല്ലെങ്കിൽ കാസിനോ ഹോട്ടൽ നാളെ വിശദമായിട്ട് കാണേണ്ടതുണ്ട്. ഒരുപാട് നഗ്ന സുന്ദരികൾ ഇതിന് ചുറ്റുമായിട്ട് നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതിനൊരു ഫീസ് ഏകദേശം $50 to $100 ഒക്കെ അവർ ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപാട് ആളുകളുണ്ട്. ജോക്കറൊക്കെ ഇതാ പോകുന്നു.
അപ്പോൾ ഈ ഒരു കൊട്ടാരം കാണേണ്ടത് തന്നെയാണ്, ഈ ഒരു ഹോട്ടൽ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് നാളെ സന്ദർശിക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. കാരണം ഇന്നിപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രിപ്പിന് മുഴുവനായിട്ടൊന്ന് നടന്ന് ഇവിടെയുള്ള രാത്രി ജീവിതമൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് നാളെ ഈ ഹോട്ടലുകളിലൊക്കെ വിശദമായി കയറാനുള്ള സമയമുണ്ട്. ഇതാണ് സീസേഴ്സ് പാലസ്. നേരത്തെ അവിടെ നിന്ന് കണ്ടതിൻ്റെ മറ്റൊരു ഭാഗം. സീസറിൻ്റെ പാലസിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. സീസറിൻ്റെ പാലസിൻ്റെ മറ്റൊരു വശം ഭയങ്കര സംഭവമാക്കിയിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന കോപ്പികളാണ്. ഈ ഒരു സ്ട്രിപ്പ് റോഡിലെ ഏകദേശം 7 കിലോമീറ്ററോളം ഞാൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. ഒരുപാട് കാഴ്ചകളുണ്ട്. അത് നമുക്ക് ശരിക്കും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് നിർമ്മിതികൾ രണ്ട് വശവും ഉള്ളതുകൊണ്ടും കാഴ്ചകളുടെ ഒരു വസന്തം തന്നെ ആയതുകൊണ്ടും നമ്മൾ നടക്കുന്നത് നമുക്കൊരിക്കലും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നടക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നൈറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് ഈ ലൈറ്റിങ്ങുകളും ബിൽഡിങ്ങുകളും ബഹുനില മന്ദിരങ്ങളൊക്കെ കണ്ടുകൊണ്ട് വളരെ രസകരമായിട്ട് തന്നെ നമുക്കിവിടെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ദ മിറാജ് എന്ന ഹോട്ടല് നയാഗ്രയുടെ ഒക്കെ ഒരു മോഡലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. വെനീസിൻ്റെ ഒരു മോഡലാണ് പലാസോ, ട്രഷർ ഐലൻഡ്, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഇതാണ് ഹോട്ടൽ വെനീഷ്യൻ. ഇതേ ഒരു ഹോട്ടൽ മക്കാവിലും ഉണ്ട്, വെനീഷ്യൻ സെയിം ഹോട്ടൽ തന്നെയാണ്. അവിടെ ഞാൻ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ വെനീസിലുള്ളതുപോലെ തന്നെ കനാലുകളും അതുപോലെ തന്നെ അതിലുള്ള തോണികളും ഒക്കെ ഉണ്ട്. ഹോട്ടൽ വെനീഷ്യൻ്റെ ഫുൾ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. നമ്മളെ ആ ഭാഗത്തു നിന്ന് തുടങ്ങിയ വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ ഉണ്ട്. ചെറിയ ഫൗണ്ടൈൻസ് ആയിട്ട് ഇവിടെ എല്ലാം ഉണ്ട്. ട്രഷർ ഐലൻഡ് അതിൻ്റെ തീമിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഷിപ്പൊക്കെ ഉണ്ട് രണ്ട് ഭാഗത്തും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഹോട്ടലാണിത്. ഒരുപാട് സ്ട്രിപ്പ് ക്ലബ്ബുകളും ഇവിടെയുണ്ട്. റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ട്രിപ്പ് ക്ലബ്ബുകളുണ്ട്. നമ്മൾ സ്ട്രിപ്പ് എന്ന റോഡിൻ്റെ പേര് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക ഓരോ സ്ട്രിപ്പും അതുപോലെ തന്നെ സ്ട്രിപ്പ് ക്ലബ്ബുകളും ഒന്നാണെന്നുള്ളതാണ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആ റോഡിൻ്റെ പേരാണ് ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രിപ്പ് ക്ലബ്ബുകൾ ഇവിടെ ഒരുപാട് വേറെയുണ്ട്. നമുക്ക് അവിടെ പോകാനൊക്കെ ആയിട്ട് ഒരുപാട് സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് ഏത് സ്ഥലങ്ങളിൽ പോയിട്ടും എൻജോയ് ചെയ്യാം. ആരും ആരെയും തടയില്ല. ഒരാളും ഒരാളെയും നിയന്ത്രിക്കാനില്ലാത്തൊരു നഗരം. വെനീസിൻ്റെ ആണ് വെനീഷ്യൻ കനാലുകൾ. വെനീസിലുള്ള അതേപോലെ തന്നെ കനാലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ തോണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുമ്പത്തെ എൻ്റെ യൂറോപ്യൻ ബ്ലോഗിൽ ഞാനത് കാണിച്ചിരുന്നു. ഇത് ഇവിടുത്തെ ഒരു കാസിനോ ആണ്.
ഇവിടെ നമ്മൾ കണ്ട എല്ലാ കൂറ്റൻ ഹോട്ടലുകളുടെയും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കസിനോസ് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നും പ്രധാനമായിട്ടില്ല. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് കസിനോ തന്നെയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്നുള്ളതാണ്. വലിയൊരു ഫെയറി വീലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് കയറിയാൽ ഈ ഒരു ലാസ് വെഗാസ് നഗരം രാത്രി ഒന്ന് നന്നായി കാണാനുള്ളൊരു സൗകര്യമുണ്ട്. നല്ല കോസ്റ്റ്ലിയാണ് ടിക്കറ്റൊക്കെ. നമുക്ക് വേണമെങ്കിൽ അതിനടുത്തൊക്കെ ഒന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ അതിൽ കയറാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ ഒരുപാട് സിപ്പ് ലൈൻസ് ഇതിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട്. ഈ നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ സിപ്പ് ലൈൻസ് ഉണ്ട്. അത് നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം. ആ സിപ്പ് ലൈൻസിലൂടെ നമുക്ക് നീങ്ങാവുന്ന സംവിധാനവും ഉണ്ട്. അതിനും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറണം. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് സിപ്പ് ലൈൻ വഴി നമുക്ക് താഴോട്ട് ഇറങ്ങാവുന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളും ആഡംബരത്തിൻ്റെ ഒരു അവസാന വാക്കായിട്ടാണ് ഈ ഒരു നഗരം കുടികൊള്ളുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് സിപ്പ് ലൈനുകൾ പോകുന്നുണ്ട്. നമുക്ക് സിപ്പ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തൂങ്ങി ആടിയിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള സംവിധാനമാണ്. സിപ്പ് ലൈൻസ് നേരെ അവിടേക്ക് പോയിട്ട് എൻഡ് ചെയ്യും. നമ്മൾ ലിമോയിൽ കയറാൻ പോവാണ്. ലിമോസിൻ. You will drop us to the hotel? Yeah, Scores and Sophia's favorite. നമ്മൾ ലിമോസിനിൽ കയറാനുള്ള പരിപാടിയാണ്. ലിമോസിനിൽ കയറാണ്. ഓക്കെ, താങ്ക് യു. ഇതാണ് ലിമോസിൻ്റെ ഉൾവശം. ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് ഡ്രിങ്കൊക്കെ അടിച്ചിട്ട് പോകാനുള്ള സൗകര്യം, മ്യൂസിക്, ലൈറ്റിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ലാസ് വെഗാസ് സിറ്റിയിലൂടെ ഒരു ലിമോസിൻ റൈഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ് വെഗാസിലൂടെ ഒരു ഡ്രൈവ്. ലിമോസിനിൽ ഒരുപാട് സൗകര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആദ്യമായിട്ട് ലിമോസിനിൽ കയറിയിരിക്കുകയാണ്. ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതും ലാസ് വെഗാസ് പോലുള്ളൊരു ഉന്മാദ നഗരത്തിലൂടെ രാത്രി ലിമോസിനിലൊരു യാത്ര. അപ്പോൾ നമ്മൾ രാജാവായിട്ട് ഇതൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ലിമോസിന്. സ്ട്രിപ്പ് ക്ലബ്ബാണ്. ലിമോസിനിൽ നമ്മൾ ഇവിടെ എത്തി.